അപ്പൊ ഞാൻ എടുക്കണ്ടേ? നിങ്ങൾ എടുത്തോ. ഓക്കെ സാറ് കുറച്ച് ഇങ്ങോട്ടും കൂടെ ഫേവർ ചെയ്ത് നിൽക്കണേ. ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ തീർത്തും ആത്മവിശ്വാസത്തോടെ പോവാണ്. ഇന്നേക്ക് 26-ാം നാൾ കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ്. ജനം എണ്ണുകയാണ്. 1, 2, 3, 4 26-ാം ദിവസം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ പുറത്തുവരും. 26 ദിവസം കൊണ്ട് ഈ ദുർഭരണം അവസാനിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാകും. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കൗണ്ട് ഡൗൺ ഫോർ 26 days. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തന്നെ നമ്മൾ ചർച്ചയിൽ രൂപങ്ങളിലെത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രഖ്യാപനം, സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന് 3-4 ദിവസം വൈകിലുണ്ടാവും. നമുക്കറിയാവുന്ന ഇത് ചെറിയ ഒരു അസൗകര്യം ഇതിനകത്തുള്ളത് ഹോളി വീക്സ് ആണ്. May 1st വീക്കിൽ, April 1st വീക്കിൽ. വിഷുവാണ് April 14. നോമിനേഷൻ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് 26-ആണ്. 26 കഴിഞ്ഞ് കേവലം ഒരു 13 ദിവസം 14 ദിവസം മാത്രമാണ് പ്രചരണം. അതിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹോളി വീക്സ് പോലെയുള്ള വിഷുവിന്റെ തയ്യാറെടുപ്പ് പോലെയുള്ള ദിവസങ്ങളും ഉണ്ട് കേരളത്തിൽ. അപ്പൊ ഫലത്തിൽ പ്രചരണത്തിന്റെ ദിവസം വളരെ കുറച്ച ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ എന്നുള്ളത് പറയേണ്ടി വരും. അല്ല, ബുദ്ധിമുട്ടാവുന്നല്ലേ. ഇലക്ഷൻ കമ്മീഷൻ സാധാരണ ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചെയ്യുമ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞ് നോട്ടിഫിക്കേഷന് ഇതുണ്ടാവുമായിരുന്നു. പോട്ടെ, അത് ഞാനിപ്പോൾ പറഞ്ഞില്ല. എന്തായാലും എത്രയും വേഗം ഇലക്ഷൻ നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ആ റെഡിയായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രചരണ പബ്ലിസിറ്റികൾ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർക്കാരിന്റെ ചെലവിൽ പ്രചരണമായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു. എന്തായാലും അത് ഇന്നത്തോടെ അവസാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി UDF മുന്നോട്ട് വരികയാണ്. കേരള ജനങ്ങൾ അതിനായി കാത്തിരിക്കുകയുമാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. 1-2 ദിവസത്തിനകം പൂർത്തീകരിക്കും കംപ്ലീറ്റ്. എല്ലാത്തിനും മറുപടി ഉണ്ടാവും. ഒന്നിനും വിഷമിക്കണ്ട. അല്ല, എല്ലാത്തിനും മറുപടി ഉണ്ടാവും. കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ വരും. ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഈ സർക്കാരിന്റെ ഈ ദുർഭരണത്തെ, കഴിഞ്ഞ സത്യത്തിൽ 10 കൊല്ലമായിട്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് പോകും. അതിലൂടെ ഞങ്ങൾ ജയിക്കും. അതൊക്കെ ആ തീരുമാനങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ ഏതൊക്കെ സീറ്റുകൾ എങ്ങനെയാണ് തീരുമാനം, നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ തീരുമാനം. ഇല്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കും, കൃത്യമായിട്ട് സംസാരിക്കും. അല്ല, ഈ കാര്യത്തിൽ പറഞ്ഞില്ല. ഓരോ സീറ്റിനെ കുറിച്ചും എന്താണ് പാർട്ടി നിലപാട് എന്നുള്ളത് ഞാൻ ഒറ്റക്കല്ലോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂട്ടായിരുന്നു ആലോചിച്ച് സാഹചര്യങ്ങളോട് മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുക്കും. നിങ്ങൾ ഇതൊന്നും ബേജാറാവില്ല. കോൺഗ്രസ് പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനം കാത്തിരിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് വേണ്ടി UDFനെ തയ്യാറാക്കുകയാണ്. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതാണല്ലോ. മടുത്തിരിക്കുന്നു ജനങ്ങൾ ഈ സർക്കാരിൽ. ആ മടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനക്ഷേമപരമായിട്ടുള്ള ഭരണം കൊടുക്കുന്ന ഒരു സർക്കാരിന് വേണ്ടി ജനങ്ങൾ വിധിയെഴുതും. അതാണ് UDF ഞങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്. ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്ക്, കർഷകർക്ക്, അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രയാസം അനുഭവപ്പെടുന്നവർക്ക്, അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. അതിലൊന്നും ലീഗുമായിട്ടുള്ളൊരു പ്രശ്നമേ ഇല്ല. ഇതൊക്കെ ചെറിയ അവസാന മിനിറ്റ് മിനുക്ക് പണികൾ മാത്രമാണ് നടക്കുന്നത്.
അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. ജോസഫ് വിഭാഗമായിട്ടുള്ള ഒരു ചർച്ച എല്ലാ UDF-ലെ എല്ലാ കക്ഷികളുമായിട്ടും ചർച്ച നടക്കുന്നുണ്ട്. ആ തീരുമാനവും ഒക്കെ തന്നെ വേഗത്തിൽ വരും, സംശയമാണ്. ഈ അസംബ്ലിയിൽ ഗൊഗോയ്ക്കൊരു ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഇളവ് കേസിക്ക് സാധാരണ പ്രതീക്ഷിക്കാമോ? ആയിരിക്കും അസംബ്ലിയിലെ കേസിന് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ അതിനെല്ലാം മറുപടി എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. നമസ്കാരം, ശരി.